കളമശ്ശേരി പോളി കഞ്ചാവ് കേസിൽ മുഖ്യകണ്ണികൾ പിടിയിലായി. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയ 2 ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത്. ആലുവയിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. ഡാനി, കഞ്ചാവ് എത്തിച്ച എല്ലാവരും പിടിയിലായിരിക്കുന്നു. ആ റാക്കറ്റിന്റെ മുഴുവൻ വിവരങ്ങളും പൂർണ്ണമായിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും പിടിയിലായിരിക്കുന്നു എന്ന് തന്നെയാണോ? അപർണ, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചിരുന്ന, അതായത് ഈ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കളമശ്ശേരി മേഖലയിലെ ഈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിലെ കൂടുതൽ പേരിലേക്കും ഇപ്പോൾ അറസ്റ്റ് ചെന്നിരിക്കുകയാണ്. എങ്കിലും ഒഡീഷ സ്വദേശിയായ ഒരാൾ കൂടി, ഇയാളാണ് കൂടുതലായും ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തിരുന്നത് എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അയാൾക്കിലേക്ക് കൂടി അന്വേഷണം എത്താനുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ അന്നു മുതൽ, ഈ സംഭവം പരിശോധന നടന്ന അന്നു മുതൽ സ്വിച്ച് ഓഫാണ്. പിന്നീട് ഇതുവരെയും അയാളെ ട്രേസ് ചെയ്യാൻ കാര്യമായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. എങ്കിൽ കൂടിയും മറ്റുള്ളവരിലേക്ക് അന്വേഷണം എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തുടർച്ചയായി അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ബംഗാൾ സ്വദേശികളായ 2 പേരാണ് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. അശുതോഷ് മണ്ഡലും അതോടൊപ്പം തന്നെ സുഹേൽ ഷെയ്ഖ് എന്ന് പറയുന്ന 2 പേരാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും പുറമെ ഇവർക്ക് ഈ കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിലേക്ക് കൂടി നീങ്ങുമ്പോൾ 2 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ പുതുതായി ഇതിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നത്. പോലീസിൻ്റെ പരിശോധനകളടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇവർക്ക് കഞ്ചാവ് വാങ്ങുന്നതിന് വേണ്ടി പണം നൽകിയിരിക്കുന്ന ആ കാര്യങ്ങൾ, അക്കൗണ്ട് ലഭ്യമായ കാര്യങ്ങളിലുള്ള പരിശോധനകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അന്ന് 4 കിലോ കഞ്ചാവാണ് ഈ അൻരാജ് വഴി വാങ്ങിയിട്ടുള്ളത് എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ 2 കിലോയാണ് ക്യാമ്പസിനകത്ത്, പോളിടെക്നിക് ക്യാമ്പസിനകത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഉള്ളത് ആർക്ക് വിറ്റു എന്ന സംബന്ധിയായ കാര്യങ്ങളിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. മറ്റ് വിദ്യാർത്ഥി സംഘങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധന തുടരുന്നുണ്ട്. ഒപ്പം പോലീസിൻ്റെ സംശയം ഇവർ തന്നെ 2 കിലോ മറ്റെവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിൽ കുറേ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. നിലവിൽ ഒഡീഷ സ്വദേശിയായ ഒരാളെ കൂടി ഇയാളാണ് കൂടുതലായും ഇവിടെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ആലുവ കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു കഞ്ചാവ് ലഹരി ഇടപാടുകളെ പ്രധാന കണ്ണി ഇയാളാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളിലേക്ക് കൂടി അന്വേഷണം എത്താനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ തുടർച്ചയായ പരിശോധനകളിൽ 2 ഇതര സംസ്ഥാനത്തു നിന്നുള്ളവർ പിടിയിലായിരുന്നു. അതിൽ പലരും ഇവിടെ ജോലിക്കാർ, ഒരാൾ പെയിൻറ് പണിക്ക് എന്ന രീതിയിൽ വരികയായിരുന്നു. ഇയാളിൽ നിന്ന് ഏതാണ്ട് 5 കിലോ കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു കേസിൽ അസം സ്വദേശിയിൽ നിന്ന് MDMA ആണ് കണ്ടെടുത്തത്. അങ്ങനെ പലരും തന്നെയും ഈ ലഹരി ഇടപാടുകളുടെ പ്രധാനപ്പെട്ട കണ്ണികളായി വർത്തിക്കുന്നു എന്നതാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒരു അനുമാനം. കൂടുതൽ പരിശോധനകൾ നഗരം കേന്ദ്രീകരിച്ചും ഔട്ടർ സിറ്റിയിലും എല്ലാം തന്നെ തുടരുകയാണ്. അപർണ, ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്.